മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിലെ പോലീസ് കാവലിൽ വിമർശനവുമായി കേരള പോലീസ് അസോസിയേഷൻ. സുരക്ഷ ഒരുക്കുന്ന ജീവനക്കാർക്ക് റെസ്റ്റ് റൂമും ശുചിമുറി സൗകര്യവും ഇല്ലെന്നും പോലീസുകാർ ഇരിക്കുന്നത് വീടിന് പുറത്തെ ജീപ്പിലാണെന്നും കേരള പോലീസ് കണ്ണൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പോലീസ് കാവൽ നിൽക്കുന്നവർക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള രീതിയിൽ ഒരു വിമർശനം ഉയർന്ന സാഹചര്യം എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിലാണ്, മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് 24 മണിക്കൂർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ഒരു SIയും നിരന്തരം അവിടെ സുരക്ഷ ഒരുക്കുന്നത് പതിവാണ്. എന്നാൽ ഈ പോലീസുകാർക്ക് മതിയായ സുരക്ഷ സൗകര്യങ്ങൾ ഒരുക്കാൻ എന്തായാലും അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇതിനെതിരെയാണ് കേരള പോലീസ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നത്. ഈ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഈ സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും അധികൃതർക്ക് കഴിയാത്തതിനെതിരെയാണ് വലിയ വിമർശനമുണ്ടായത്. കാരണം അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശുചിമുറിയോ അതോടൊപ്പമുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമോ ഇല്ല. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ പിണറായി വിജയനും കുടുംബവും ആ വീട്ടിലെത്തുന്നത് വല്ലപ്പോഴും മാത്രമാണ്. അതിനാൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ വീടിന് പുറത്തുള്ള ജീപ്പിലാണ് 24 മണിക്കൂറും താമസിക്കുന്നത്. ഇതിനെതിരെയും വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ പോലീസ് ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യാൻ പോലും സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട ഒരു രീതിയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ നാട്ടുകാർക്കും അമർഷമുണ്ട്. കാരണം നിരന്തരം ഈ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്നതിൽ ഈ നാട്ടുകാരും അമർഷത്തിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ അജണ്ടയിൽ ഈ ചർച്ചയുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച്, ഈ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്. അതോടൊപ്പം തന്നെ ഇത് അടുത്ത സ്റ്റാഫ് യോഗത്തിലും ഉന്നയിക്കുവാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ പോലീസുകാരുടെ ഈ ബുദ്ധിമുട്ടിനെ മുന്നോട്ട് കൊണ്ട് ചർച്ചയാക്കാനാണ് എന്തായാലും ഈ കേരള പോലീസ് അസോസിയേഷന്റെ തീരുമാനം. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.